ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വർക്ക്ഷോപ്പ് എപ്പിസോഡ് 2 ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വർക്ക്ഷോപ്പ് കണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ എയുമായി റിലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് ഉള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടത്. അപ്പം എയുമായി റിലേറ്റ് ചെയ്തുള്ള ആളുകൾ വന്നുകൊണ്ടേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മക്കളൊക്കെ വേഗം കയറി വരിക. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട ശേഷം ഈ വീഡിയോ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതുമായിട്ട് ബേസിക് ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ആ 1 മണിക്കൂർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഞാനൊന്ന് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഈ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്, AI വർക്ക്ഷോപ്പ് പാർട്ട് 1. അതിന് ആദ്യത്തെ വീഡിയോയിൽ കുറച്ച് ശബ്ദത്തിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം നിങ്ങളത് കാണുന്നവർ അത് നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് ഒന്ന് കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. എന്നുവെച്ചാലും സൗണ്ടിൻ്റെ കുറവ് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 58 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ഗൂഗിൾ കൊളാബ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെറിയ ചെറിയ പൈത്തൺ പ്രോഗ്രാം ചെയ്യാം, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, അതിൽ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ലൈബ്രറീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ബേസിക് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് പൈത്തണെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം മാത്രം ഈ രണ്ടാമത്തെ വർക്ക്ഷോപ്പ് വീഡിയോ 2 കാണുക. കാരണം ഈ രണ്ടാമത്തെ വർക്ക്ഷോപ്പ് വീഡിയോയിൽ ഞാനൊരു ചെറിയ ഒരു AI പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പം ബേസിക് കാര്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ രണ്ടാമത്തെ വീഡിയോ മനസ്സിലാവുള്ളൂ. അപ്പം കാണാത്തവരൊക്കെ വേഗം കയറി ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് മാത്രം വർക്ക്ഷോപ്പ് 2-ലെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾ എത്തുക. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ കൊളാബിൽ ഒരു ചെറിയ AI മോഡൽ വെച്ചിട്ട് ഒരു പ്രഡിക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കതിലേക്ക് പോകാം. അപ്പം നമ്മളിവിടെ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ AI പഠിക്കാമെന്നാണ് നോക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ എനിക്കറിയാം ChatGPT യൂസ് ചെയ്യുന്നു, ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്യുന്നു, അതുപോലെ ജെമിനി യൂസ് ചെയ്യുന്നു. നമുക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വേർതിരിവുകളൊന്നുമില്ല. നമുക്ക് വേണ്ടിയത് എന്താണ്? ഏറ്റവും പെട്ടെന്ന് നോളജ് ഗെയിൻ ചെയ്യുക. അതിനിപ്പോൾ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ChatGPT തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ്. അതിൻ്റെ ആ വേഗതയിലൂടെ നമ്മൾ പെട്ടെന്ന് കോഡുകൾ മനസ്സിലാക്കുന്നു, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവർ അത് പെട്ടെന്ന് സ്പീഡിൽ ചെയ്തെടുത്ത് ആ കോഡ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ലേൺ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എല്ലാ AI ടൂളുകളുടെയും സഹായത്തോടു കൂടി തന്നെയാണ് ഞാനിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേ രീതി തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ബെറ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നു, വളരുന്നു, ജോലിക്ക് കയറുന്നു. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഒരു ഡോഗ് ക്യാറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ AI മോഡൽ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഡോഗിനെയും ക്യാറ്റിനെയും ഒരു മോഡൽ ജനറേറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, അതാണ് ഇവിടെ നോക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും തന്നെ പൈത്തൺ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും ബിഗിനേഴ്സിനും സ്റ്റുഡൻസിനും, ഇപ്പം നമ്മുടെ ഹയർ സെക്കൻഡറിയിലൊക്കെ നിങ്ങൾ സ്റ്റുഡൻസിന് പൈത്തൺ ഇപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 7th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾക്ക് വരെ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഹയർ സെക്കൻഡറി പഠിക്കുന്ന നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാം. നമ്മളിതിൻ്റെ ബേസിക് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറേറ്റീവ് AI ഏജൻസ് അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ബേസിക്കിലൂടെ പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. അതുപോലെ BTech MCA ഒക്കെ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് എടുത്തിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർ കുറച്ച് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്ന, വീട്ടിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ അവർ ഇത് IT ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നവർ, ഇതുവരെ IT ഫീൽഡിലേക്ക് കയറാത്തവർ, അങ്ങനെ ആർക്കും ഇത് പഠിക്കാവുന്നതാണ്. നമുക്ക് പൈത്തൺ പഠിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. നമുക്ക് എല്ലാ സോഴ്സും അവൈലബിൾ ആണ്. യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, ChatGPT പോലത്തെ ടൂളുകൾ അവൈലബിൾ ആണ്. നിങ്ങളതങ്ങ് പഠിക്കുക, പെട്ടെന്ന് തന്നെ ലേൺ ചെയ്യുക. ഇതിൻ്റെ ഉൾപ്പെടെ തന്നെ ചെയ്തു നോക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ. അപ്പം അത് തുടരുകയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ക്യാറ്റ് ഡോഗ് ക്ലാസിഫിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഗൂഗിൾ കൊളാബ് ഓപ്പൺ ചെയ്യണം,
അതിലെങ്ങനെയാണ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് അതറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആ സോഫ്റ്റ്വെയറിലേക്ക് കയറി നമ്മുടെ പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് എൻഡ് പേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തന്നെ ഇപ്പോൾ അടുത്ത കാലത്തായി യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഗൂഗിൾ കൊളാബിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൈത്തൺ ഇൻ്റർഫേസ് ആണ് എന്നതാണ് ഇതിനെ മറ്റ് സോഫ്റ്റ്വെയറുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ന്യൂ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു ബ്ലൂ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് ചെയ്യേണ്ട ആ എൻവയോൺമെൻറ്റിലേക്ക് വരും. അപ്പോൾ ഇത് നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഇപ്പം എൻ്റെ നെറ്റിന് ഒരു മിനിമം സ്പീഡാണുള്ളത്. അപ്പോൾ ആ ഒരു സ്പീഡ് കൂടുതൽ ബ്രോഡ്ബാൻഡ് സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വർക്കാവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കാം. എന്താണ് നമ്മുടെ ഇന്നത്തെ പ്രോജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത്? ക്ലാസിഫൈ ഡോഗ് ആൻഡ് ക്യാറ്റ്. സോ ഒരു ഇമേജ് പ്രോസസ്സിംഗ് AI പ്രോജക്റ്റ് ആണിത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ക്യാറ്റിനെയും ഡോഗിനെയും ക്ലാസിഫൈ ചെയ്യുന്നു ഒരു AI മോഡലിന്റെ സഹായത്തോടു കൂടി. ഇപ്പോൾ നമ്മൾ അതിന് പേര് കൊടുത്തു. അപ്പോൾ ഈ പേര് നമ്മൾ ക്ലൗഡിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഇത് സേവ് ആയിട്ടുണ്ട്. നിങ്ങളിപ്പം ഈ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി, വേറൊരു ഇന്റർനെറ്റ് കഫേ പോയി, അവിടെ ഇരുന്നുകൊണ്ട് പോലും എനിക്ക് എൻ്റെ ജിമെയിലും ജി ഡ്രൈവും ഓപ്പൺ ചെയ്ത് ഗൂഗിൾ കൊളാബിൽ ഈ സെയിം കോഡ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മൾ ചെയ്ത കോഡുണ്ട്. ആ കോഡ് വെച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ കോഡ് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഈ ഗൂഗിൾ കൊളാബിനെ മറ്റ് സോഫ്റ്റ്വെയറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പം നമ്മളിവിടെ സ്റ്റാർട്ടിങ് കോഡിങ്, ഇവിടെ നമുക്ക് ജനറേറ്റീവ് AI ഒക്കെ സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ ജെമിനിയുടെ സഹായത്തോടെ കോഡൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ പ്രോജക്റ്റ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഓരോ ലൈൻ തന്നെ കവർ ചെയ്ത് പോകാം. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മുടെ ഫയലുകളെ മൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് മുഴുവൻ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ലോക്കൽ മെഷീനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല. അപ്പം നമ്മുടെ ഫയൽസുകൾ നമ്മൾ ഈ ഡ്രൈവിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇത് ക്ലൗഡിലാവത്തുള്ളൂ. അപ്പം നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ജി ഡ്രൈവിൻ്റെ ആ ഫോൾഡറിനെ ഈ കൊളാബിലേക്ക് എന്ത് ചെയ്യണം? മൗണ്ട് ചെയ്യണം. അപ്പം അതിനുള്ള ഒരു കോഡാണ് ഇപ്പം ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇമ്പോർട്ട് ഡ്രൈവ് content/drive. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജിമെയിലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഡ്രൈവിനെ ഈ പറയുന്ന കൊളാബിലേക്ക് മൗണ്ട് ചെയ്യുന്നു. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള എല്ലാ ഫോൾഡറുകളും തന്നെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നു? നമ്മുടെ കൊളാബിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് പെർമിഷൻ ചോദിക്കും. പെർമിറ്റ് വേണോ? നമുക്ക് പെർമിഷൻ ചോദിക്കുകയാണ്. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ആക്സസ് എവിടെ കൊടുക്കണം? ഈ പറയുന്ന കൊളാബിലേക്ക് കൊടുക്കണം. അതിന് കണക്ട് ടു ഗൂഗിൾ ഡ്രൈവ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് വഴിയാണ് ആ ഗൂഗിൾ ഡ്രൈവിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പെർമിഷൻ നമ്മൾ കൊടുക്കണം. ഏത് മെയിൽ ID-യിലാണോ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് വർക്ക് ആവുന്നത് ആ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കണം. അപ്പം ആ ഒരു ജിമെയിൽ ID-യും അതിൻ്റെ ഡ്രൈവിലുമായിരിക്കും നമ്മുടെ വർക്കെല്ലാം സേവ് ആകുന്നത്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ എൻ്റെ ഗൂഗിൾ ഡ്രൈവിനെ ഇവിടെ ഈ കൊളാബിലേക്ക് മൗണ്ട് ചെയ്തു. കൊളാബിലേക്ക് എന്ത് ചെയ്തു? മൗണ്ട് ചെയ്തു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ഫോൾഡർ ഓപ്ഷൻ ഉണ്ട്. അവിടെ നോക്കിയാൽ എൻ്റെ ഗൂഗിൾ ഡ്രൈവ് ഇവിടെ വന്നിട്ടുണ്ട്. സോ എൻ്റെ ഡ്രൈവിലുള്ള ഫോൾഡേഴ്സുകളെല്ലാം ഇപ്പം ഇവിടെ വിസിബിൾ ആണ്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഗൂഗിൾ ഡ്രൈവ് ഫുൾ ഇപ്പോൾ ഇവിടെ എവിടെ ആക്സസിബിൾ ആയിരിക്കുന്നു? നമ്മുടെ കൊളാബിൽ ആക്സസിബിൾ ആയിരിക്കുന്നു.
അപ്പം നമ്മുടെ ഫയൽസുകളെല്ലാം ഇനി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഗൂഗിൾ കൊളാബിൽ ക്ലൗഡ് എൻവയോൺമെൻറ്റിൽ ഇപ്പോൾ ആക്സസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ്. നെക്സ്റ്റ് അടുത്ത കോഡ് എടുക്കാനായിട്ട് Ctrl+MB ഷോർട്ട് കട്ടാണ്. അതർവൈസ് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം അടുത്ത പ്രോംപ്റ്റ് വരുന്നു. അപ്പം നമ്മൾ ഗൂഗിൾ ഡ്രൈവുകളെ നമ്മുടെ ഡ്രൈവിനെ എല്ലാം ഇവിടെ മൗണ്ട് ചെയ്തു. ഇനി നമുക്ക് കോഡിംഗ് ആരംഭിക്കാം. സോ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോജക്റ്റ് അപ്പം എന്താണ്? സുന്ദരകുട്ടന്മാരായിട്ടുള്ള ഡോഗുകളെയും ക്യാറ്റുകളെയും ക്ലാസിഫൈ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒരു AI മോഡൽ ജനറേറ്റ് ചെയ്യുന്നു. ആ AI മോഡൽ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു ഇമേജ് എടുത്ത് കൊടുക്കുന്നു. ആ ഇമേജ് ഡോഗ് ആണെങ്കിൽ ഡോഗ് ആണെന്ന് തന്നെ പറയണം, ക്യാറ്റ് ആണെങ്കിൽ ക്യാറ്റ് ആണെന്ന് തന്നെ പറയണം. ഡോഗിന് പകരം ക്യാറ്റെന്നും ക്യാറ്റെന്ന് പകരം ഡോഗെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ AI മോഡലിന് ഒന്നും പിടികിട്ടിയില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഉണ്ടാകാതെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് ഈ പറയുന്ന AI മോഡലിന് മനസ്സിലാക്കി കൊടുക്കണം. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഡോഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പം ക്യാറ്റിന് ക്യാറ്റിൻ്റെതായ ഫീച്ചേഴ്സ് ആ ഇമേജിലുണ്ട്, ഡോഗിന് ഡോഗിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ട്. അത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഈ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഈ AI മോഡലിന് മനസ്സിലാക്കി കൊടുക്കുന്നതിലാണ് ഈ പ്രോജക്റ്റിന്റെ വിജയം എന്ന് പറയുന്നത്. എല്ലാ AI പ്രോജക്റ്റുകളും ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിനു മുമ്പ് ഈ ഫോൾഡറിലെ നമ്മുടെ ഡോഗിനെയും ക്യാറ്റുകളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ഗൂഗിൾ ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൾഡർ കാണിക്കാം. ഡോഗ് ക്യാറ്റ് ക്ലാസിഫൈ. ഇവിടെ ട്രെയിനിങ് എന്നും ടെസ്റ്റിംഗ് എന്നും പറഞ്ഞ് രണ്ട് ഫോൾഡർ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ട്രെയിനിങ് ഫോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോൾഡറാണ്. അപ്പം ട്രെയിനിങ് ഫോൾഡറിനകത്തും ക്യാറ്റിൻ്റെ ഒരു ഫോൾഡറും ഉണ്ട്, ഡോഗിൻ്റെ ഒരു ഫോൾഡറും ഉണ്ട്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമോ എന്നറിയില്ല. ഐ വിൽ സൂം ദിസ് വൺ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാറ്റ്, ഡോഗ് രണ്ട് ഫോൾഡർ ഉണ്ട്. അപ്പോൾ ഈ ക്യാറ്റിൻ്റെ ഇതിനകത്ത് പോയി നോക്കിയാൽ ക്യാറ്റിൻ്റെ കുറേ ഇമേജസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. കണ്ടോ? ഇതൊക്കെ ക്യാറ്റിൻ്റെ JPG ഇമേജുകളാണ്. പേർഷ്യൻ ക്യാറ്റും നാടൻ ക്യാറ്റും എല്ലാ ക്യാറ്റുകളും ഇതിനകത്തുണ്ട്. അതുപോലെ ഡോഗിൻ്റെ ഇമേജ് ഉണ്ട്. ഡോഗിൻ്റെ ഇമേജസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ പല തരത്തിലുള്ള പപ്പീസുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവരെയൊക്കെ പപ്പീസ് എന്ന് തന്നെ പറയണം. പപ്പീസിനെ കൊടുക്കുമ്പോൾ ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് പ്രശ്നം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ട്രെയിനിങ്ങിന് ആവശ്യമായ ഇമേജ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലൈബ്രറീസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുക എന്നതാണ്. സോ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് NumPy, Matplotlib, TensorFlow തുടങ്ങിയവയാണ്. ഈ NumPy എന്ന് പറയുന്നത് നമ്മുടെ ഇമേജുകളെ അറേ ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ലൈബ്രറിയാണ്. Matplotlib എന്ന് വെച്ചാൽ പ്ലോട്ട്, ആ ഇമേജിനെ പ്ലോട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു AI പൈത്തൺ ലൈബ്രറിയാണ്. നമ്മുടെ വർക്ക് എല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന TensorFlow എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പം TensorFlowയിൽ നമുക്ക് ചെയ്യാം, PyTorchൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ TensorFlow എന്ന് ചോദിച്ചാൽ ഇതൊരു മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് ഫ്രെയിംവർക്കാണ്. ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫ്രെയിംവർക്കാണ്. ഇത് വളരെ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. നല്ല GPU TPU ആക്സിലറേഷൻ കിട്ടും. ന്യൂറൽ നെറ്റ്വർക്കിന്റെ പ്രോജക്റ്റുകളിലും ഇമേജ് റെക്കഗ്നേഷനിലും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലും അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് TensorFlowനെ ഉപയോഗിച്ച് പ്രോജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു TensorFlowയുടെ ഒപ്പോണന്റ് എന്ന് പറയുന്നതാണ് ആര്?
ആരാണ്? പൈടോർച്ച്. അപ്പൊ പൈടോർച്ച് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തതാണ്. മെറ്റ എ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു ഇത്. ഇതിനും നല്ല ഗ്രാഫിക് സപ്പോർട്ട് ഉണ്ട്, വളരെ നല്ല റിസൾട്ട് നൽകുന്നതാണ്. പക്ഷേ നമ്മുടെ പ്രോജക്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പൈടോർച്ചിലോ ടെൻസർഫ്ലോയിലോ ഒക്കെ സെയിം പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിനൊക്കെ കുറച്ച് ഡിഫറൻസും ഉണ്ട്, വേഗതയുണ്ട്, എഫിഷ്യൻസി ഉണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് ഏത് വെച്ച് ചെയ്യണം, പൈടോർച്ച് വെച്ച് ചെയ്യണോ ടെൻസർഫ്ലോ വെച്ച് ചെയ്യണോ എന്നതൊക്കെ. അപ്പോൾ ഈ പ്രോജക്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ടെൻസർഫ്ലോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെൻസർഫ്ലോയുടെ ലൈബ്രറീസും നമ്മളിവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അടുത്തതായി ലൈബ്രറീസ് എല്ലാം നമ്മൾ ലോഡ് ചെയ്ത ശേഷം നമ്മൾ എന്താണ് ഫസ്റ്റ് ഇൻപുട്ട് ഇമേജസുകൾ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ AI പ്രോജക്റ്റുകളിലെല്ലാം തന്നെ കാണുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. പ്രീ പ്രോസസ്സിംഗ് അതായത് നമ്മൾ എന്ത് പ്രോജക്റ്റ് ആണോ ചെയ്യുന്നത് അതിന്റെ ഇൻപുട്ട് കൊടുക്കുമ്പം കുറച്ച് പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്സുകൾ ചെയ്യാനുണ്ട്. ആ ഇമേജിനെ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഡാറ്റ ആണെങ്കിലും. അപ്പോൾ ഇവിടെ അതുപോലെ ചില പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ട്രെയിനിങ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നു, ടെസ്റ്റിംഗ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഈ AI പ്രോജക്റ്റുകൾ എന്തുണ്ട്? എല്ലാ AI പ്രോജക്റ്റുകളിലും നമുക്ക് ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും പൊതുവായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും ഈ ട്രെയിനിങ് ഡയറക്ടറിയിലേക്ക് നമുക്ക് ആവശ്യമായ ഡോഗ് ക്യാറ്റുകളുടെ ഇമേജിനെ നമ്മൾ പാത്തിലൂടെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ മൈ ഡ്രൈവിൽ ഈ ഒരു ഫോൾഡറിൽ ക്യാറ്റ് ഡോഗ് ക്ലാസിഫൈ അവിടെ ട്രെയിൻ എന്ന് പറയുന്ന ആ ഫോൾഡറിനകത്താണ് എന്തുള്ളത്? ഈ ക്യാറ്റിൻ്റെയും ഡോഗിൻ്റെ ഇമേജസ് ഉള്ളത്. അതുപോലെ അതിനെ ട്രെയിൻ ചെയ്ത ശേഷം നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ടെസ്റ്റ് ഡയറക്ടറി എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിലെ ഇമേജ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആദ്യം ട്രെയിനിങ്ങിൽ കുറച്ച് ക്യാറ്റിൻ്റെയും ഡോഗിൻ്റെ ഇമേജ് കൊടുക്കുന്നു, അത് വെച്ച് ആ മോഡലിനെ പഠിപ്പിക്കുന്നു. നമ്മൾ ആ മോഡലിനെ പഠിപ്പിക്കുന്നു, ഇത് ക്യാറ്റ് ആണ് ഇത് ഡോഗ് ആണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മെഷീൻ കറക്റ്റായിട്ട് അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇമേജ് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു, ഇത് ക്യാറ്റ് ആണോ ഇത് ഡോഗ് ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് വർക്കൗട്ട് ആകുന്നത്. അപ്പം ഇമേജസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഡേറ്റ ഓഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ, ഡേറ്റ ഓഗ്മെന്റേഷൻ. സോ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഡേറ്റ ഓഗ്മെന്റേഷൻ ഫോർ ട്രെയിനിങ് ഡാറ്റ സെറ്റ്. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഡേറ്റയ്ക്ക് നമ്മുടെ ഈ ഡേറ്റേനെ ഒരു ചെറിയ പ്രത്യേക രീതിയിലുള്ള ഒരു ഇമേജ് ഡാറ്റ ജനറേറ്റർ വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മളിവിടെ ഡേറ്റ ഓഗ്മെന്റേഷൻ പ്രോസസ് ആണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. സോ ഓഗ്മെന്റേഷൻ പ്രോസസ്സിൽ ഡേറ്റ ഓഗ്മെന്റേഷൻ ഫോർ ട്രെയിനിങ് ഡാറ്റ സെറ്റ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇമേജ് ഡേറ്റ ജനറേറ്റർ ആണ്. അപ്പൊ ഈ ഡേറ്റ ജനറേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് നമ്മുടെ ട്രെയിൻഡ് ഇമേജുകളെ, നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്ത ഇമേജുകളെ കുറച്ച് ഓഗ്മെന്റേഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് ചില പ്രീ പ്രോസസ്സിംഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് റീസ്കെയിൽ, ഷിയർ ഇമേജ്, സൂം റേഞ്ച്, ഹൊറിസോണ്ടൽ ഫ്ലിപ്പ്. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് എന്താണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ട്രെയിനിങ് ഇമേജുകളെ ബെറ്റർ ആക്യുറസിയിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഈ സ്റ്റെപ്സുകൾ ഏതാണ്? ഈ റീസ്കെയിൽ, സൂം, ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ.
സോ നിങ്ങൾ ഇവിടെ നമുക്ക് ഈ ഡാറ്റയൊക്കെ ഇപ്പം ഏത് ലാംഗ്വേജിൽ പോലും അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ഈ കോഡ് എടുത്തിട്ട് ചാറ്റ് ജി പി ടിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ആ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് അത് നൽകും. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ചെയ്ത എന്താണ്, മൗണ്ട് ചെയ്തു, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിനെ കൊളാബിലേക്ക് മൗണ്ട് ചെയ്തു, ആവശ്യമായിട്ടുള്ള ലൈബ്രറീസുകളെ ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഇവിടെ കുറെ ലൈബ്രറീസുകൾ പറയുന്നുണ്ട്. ഏതൊക്കെ ലൈബ്രറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടെൻസർഫ്ലോയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെൻസർഫ്ലോയുടെ ലൈബ്രറി നമുക്ക് വളരെ ആവശ്യമാണ്. ഇപ്പൊ ടെൻസർഫ്ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പം ഈ ടെൻസർഫ്ലോ കേരാസ് എന്ന് പറയുന്ന അതിന്റെ ഒരു ഭാഗമാണ് ഈ ഇമേജ് ഡാറ്റ ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ടെൻസർഫ്ലോ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇമേജ് പ്രോസസ്സിംഗ് പ്രോജക്റ്റ് ചെയ്യുമ്പം അതിൽ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ ഇമേജ് ഡാറ്റ ജനറേറ്റർ. അതുപോലെ ഈ പ്രോജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലുണ്ട്, ഒരു പ്രീ ട്രെയിൻഡ് മോഡൽ. ആ മോഡലിന്റെ പേര് മൊബൈൽ നെറ്റ് എന്ന് പറയുന്ന മൊബൈൽ നെറ്റ് V2 എന്ന് പറയുന്ന മോഡലാണ്. അപ്പൊ ആ മോഡലിനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ടെൻസർഫ്ലോയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഇത് വർക്ക് ആകുന്നത് സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു മോഡലാണ്. നമ്മുടെ മോഡൽ ജനറേറ്റ് ആകുന്നത് സീക്വൻഷ്യലി ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇമ്പോർട്ട് സീക്വൻഷ്യൽ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ നമുക്കറിയാം ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ന്യൂറൽ നെറ്റ്വർക്കിലായതുകൊണ്ടും നമുക്ക് ലാസ്റ്റ് ന്യൂറൽ നെറ്റ്വർക്കിൽ ഒരു ലെയർ ഉണ്ട്, ഡെൻസ് ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെൻസ് ലെയർ ഇവിടെയും ആവശ്യമുള്ളത് കൊണ്ടും നമ്മൾ ഇമ്പോർട്ട് ഡെൻസ് എന്ന് പറയുന്ന ഈ ലൈബ്രറി നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഗ്ലോബൽ ആവറേജ് പൂളിംഗ്, ഇതിനെല്ലാം നമ്മൾ ഒരു ആവറേജ് പൂളിംഗ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ഇങ്ങോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം നമുക്ക് നംബിവൈ ആവശ്യമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിനെല്ലാം പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇമേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ട് ഇമേജ്. അപ്പൊ ഇത്രയും ലൈബ്രറീസ് നമുക്ക് ആവശ്യമുണ്ട്. ടെൻസർഫ്ലോ, മെയിൻ ആയിട്ട് ടെൻസർഫ്ലോ ലൈബ്രറി, അതിന്റെ ആലിയാസ് നെയിം എന്ന് പറയുന്നത് TF ആണ്. ഇമേജ് ഡാറ്റ ജനറേറ്റർ വേണം. നമുക്ക് പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു AI മോഡൽ ആവശ്യമാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മൊബൈൽ V2 എന്ന് പറയുന്ന ഒരു മോഡലാണ്. പിന്നെ ഈ ഒരു വർക്ക് സീക്വൻഷ്യലി ആണ് നടക്കുന്നത്. അതിന്റെ ബാച്ച് പ്രോസസ്സിംഗ് സീക്വൻഷ്യൽ ആയതുകൊണ്ട് ഇമ്പോർട്ട് സീക്വൻഷ്യൽ. പിന്നെ ഡെൻസ് ലെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ ആവറേജ് പൂളിംഗ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ 2D കൺവേർഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നംബിവൈ എന്ന് പറയുന്ന അറേ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ലൈബ്രറീസും നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ലൈബ്രറീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മോഡല് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യുന്നതിന് മുമ്പേ ആവശ്യമായ ലൈബ്രറീസ് എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇവിടെ ഈ ഗ്ലോബൽ ആവറേജ് പൂളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഇതിനെല്ലാം ഒരു 1D വെക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ 1D വെക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ഈ ഗ്ലോബൽ ആവറേജ് പൂളിംഗ് എന്ന് പറയുന്ന ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മുടെ ട്രെയിനിങ് ഇമേജിനെ അപ്ലോഡ് ചെയ്യുന്നു, ടെസ്റ്റിങ്ങിനുള്ള ഇമേജിന്റെ പാത്ത് കൊടുക്കുന്നു. അപ്പൊ അത് രണ്ടും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇപ്പൊ പറഞ്ഞ ഡാറ്റ ജനറേറ്റർ. സോ നമുക്ക് അതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫൗണ്ട് 124 ഇമേജസ് ബിലോങ്ങിങ് ടു 2 ക്ലാസ്സസ്. നമുക്ക് എത്ര ക്ലാസ് ആണുള്ളത്? ഡോഗ്, ക്യാറ്റ്. സോ 2 ക്ലാസ് ഉണ്ട്. 124 ഇമേജസ് കാണാൻ സാധിക്കും. എവിടെ? ട്രെയിനിങ്ങിൽ. ടെസ്റ്റിങ്ങിൽ എത്രയുണ്ട്? 147 ഇമേജസ് ഉണ്ട്. അവിടെ 2 ക്ലാസ് ആണ്, ഡോഗ് ആൻഡ് ക്യാറ്റ്. സോ അതിനെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഈ ഫുള്ള് കോഡിനെയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരുമിച്ച് ഇതായിട്ടും റൺ ചെയ്യാൻ സാധിക്കും. ഈ റിമൈനിങ് ആയിട്ടുള്ള കോഡ് നിങ്ങൾ കാണുന്നത് ഞാൻ ഇതിനെ ഫുൾ ആയിട്ട് റൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആദ്യം മൗണ്ട് ചെയ്തു. പിന്നെന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസുകളെ എല്ലാം നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് പാത്ത്
ട്രെയിനിങ് ഇമേജിന്റെ പാത്ത് കൊടുക്കുന്നു, ടെസ്റ്റിങ്ങിന് ആവശ്യമായ ഡോഗ് ക്യാറ്റ് ഇമേജുകളുടെ ടെസ്റ്റ് ഡയറക്ടറി കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഡേറ്റ ജനറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഡേറ്റ ജനറേറ്റർ. സോ ഡേറ്റ ജനറേറ്ററിനെയാണ് ഈ ഇമേജ് ഡേറ്റ ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇമേജിന് ചെറിയ തരത്തിലുള്ള ഷിഫ്റ്റുകൾ, അതുപോലെ തന്നെ അതിനെ ഇവിടെ ഈ ഒരു 0 to 1 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നോക്കിയാൽ കാണാം, ട്രെയിനിങ് ഡേറ്റയ്ക്കായിട്ട് ഓഗ്മെന്റേഷൻ പ്ലസ് നോർമലൈസേഷൻ ആണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ റീസ്കെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 1/255 ആണ്. അപ്പൊ അത് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പിക്സൽസിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, നമ്മുടെ ഡോഗ് ക്യാറ്റ് ഇമേജിന്റെ പിക്സൽ റേഞ്ച് എന്ന് പറയുന്നത് 0 to 255 എന്ന് പറയുന്ന ആ റേഞ്ചിലാണ് ഓരോ പിക്സൽ ഇമേജുകളും. അതിനെ നമുക്ക് 0 to 1 എന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഷിയർ റേഞ്ച് 0.2 എന്ന് പറഞ്ഞാൽ ആ ഇമേജിന് ചെറിയൊരു ടിൽറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇമേജിനെ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ ഇമേജുകളിലും ചെറിയ ഓഗ്മെന്റേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നത് റീസ്കെയിൽ ചെയ്യുന്നു, ചെറിയൊരു ഷിഫ്റ്റ് കൊടുക്കുന്നു, സൂം കൊടുക്കുന്നു, 0.2 എന്ന് പറയുന്ന ഒരു റാൻഡം സൂം ഇൻ ആൻഡ് സൂം ഔട്ട് കൊടുക്കുന്നു. പിന്നെ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ട്രൂ, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇമേജിനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒന്ന് മിറർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചില ഓഗ്മെന്റേഷൻ പ്രോസസ്സ് നമ്മൾ കൊടുത്താൽ മാത്രമേ ആ ഓരോ ഇമേജുകളെയും വ്യത്യസ്തമായിട്ട് ആ മോഡലിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് ട്രെയിനിങ് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അവിടെ നമ്മൾ ഒറിജിനൽ ഇമേജിനെയാണ് കൊടുത്തിട്ട് ചോദിക്കുന്നത് ഇത് ഡോഗ് ആണോ ക്യാറ്റ് ആണോ. അപ്പൊ ഈ പറയുന്ന ഓഗ്മെന്റേഷൻ പ്രോസസ്സ് നമ്മൾ ട്രെയിനിങ്ങിൽ മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. സോ ഈ പ്രോസസ്സ് ഇവിടെ നമ്മൾ ചെയ്യുന്നു. സോ ട്രെയിനിങ് കൊടുക്കുന്നു, ട്രെയിനിങ് ഇമേജുകളെ ഈ പറയുന്ന ഷിഫ്റ്റ്, അതുപോലെ സൂം, ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം ട്രെയിനിങ് സെറ്റ്. സോ ട്രെയിനിങ് സെറ്റും ഉണ്ട്, ടെസ്റ്റ് സെറ്റും ഉണ്ട്. സോ ട്രെയിനിങ് ഇമേജും എന്താണ് 224,224 എന്ന് പറയുന്ന ആ ഒരു ഇമേജ് സൈസിലാണ് ഉള്ളത്. ടെസ്റ്റിംഗ് ഇമേജും 224/224 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിലാണ് ഉള്ളത്. നമ്മൾ ഇവിടെ ബാച്ച് സൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത് 16 ആയിട്ടാണ്. നമുക്ക് പല 16, 24 അങ്ങനെ പല ബാച്ച് സെറ്റ് ചെയ്യാം. നോർമലി സ്മോൾ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ ബാച്ച് സൈസ് നമുക്ക് 16 ആക്കി കൊടുത്താലും മതിയാകും. അതുപോലെ ക്ലാസ് മോഡ് എന്ന് പറയുന്നത് ബൈനറി ആണ്. ഇതൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ? ഇവിടെ ആകെ 2 ഇമേജ് മാത്രമേ ഉള്ളൂ, 2 ടൈപ്പ് ഓഫ് ക്ലാസ് മാത്രമേ ഉള്ളൂ, ഡോഗ് ക്യാറ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബൈനറി ആണ്. 3 എണ്ണം ആണെങ്കിൽ അത് ബൈനറി ആയിരിക്കില്ല, അത് മൾട്ടി ക്ലാസ് ആയിരിക്കും. അപ്പൊ ഇവിടെ 2 ക്ലാസ്സേ ഉള്ളൂ, ഡോഗ് ആണോ ക്യാറ്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് ഇതൊരു ബൈനറി ക്ലാസ് മോഡ് ബൈനറി ആക്കിയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സെയിം കാര്യം ടെസ്റ്റ് ചെയ്യുന്ന ഇമേജിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സെയിം സ്റ്റെപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡയറക്ടറിയിൽ നിന്ന് ഇമേജിനെ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നു, ടെസ്റ്റ് ഡയറക്ടറി കൊടുക്കുന്നു. ടാർഗറ്റ് എന്ന് പറയുന്നത് 224x224 തന്നെയാണ്. ബാച്ച് സൈസ് 16 ആക്കി കൊടുക്കുന്നു. ക്ലാസ് മോഡ് എന്ന് പറയുന്നത് ബൈനറി ആക്കി കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിനുള്ള ആ പാരാമീറ്റേഴ്സ് കൊടുത്തു, ടെസ്റ്റിങ്ങിനുള്ള സെയിം പാരാമീറ്റേഴ്സ് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ലോഡ് പ്രീ ട്രെയിൻഡ് മൊബൈൽ നെറ്റ് V2. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ഈ ട്രെയിനിങ് ഇമേജിനെ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മൊബൈൽ നെറ്റ് V2 എന്ന് പറയുന്ന ഒരു പ്രീ ട്രെയിൻഡ് മോഡലാണ്. അപ്പൊ അതെങ്ങനെ ലോഡ് ചെയ്യാമെന്നാണ് അടുത്ത് പറയുന്നത്. ബേസ് മോഡൽ ഈസ് ഈക്വൽ ടു മൊബൈൽ നെറ്റ് V2 ഇൻപുട്ട് ഷേപ്പ്. നമ്മുടെ ഇൻപുട്ട് ഇമേജ് എന്താണ് 224x224,3 എന്ന് പറയുന്ന ഡയമെൻഷനിലാണ്. അതുപോലെ തന്നെ അതിന്റെ ഇൻക്ലൂഡ് ടോപ്പ്. ഓരോ മോഡലിനും, ഓരോ AI മോഡലും പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മോഡലുകൾക്ക് ഒരു ഹെഡർ ഉണ്ട്. ഇവിടുത്തെ ആ ഹെഡർ നമ്മൾ ഫോൾസ് ആക്കി കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഡീഫോൾട്ട് ആയിട്ട് ഈ മൊബൈൽ V2 മോഡലിന്റെ ഹെഡറിനെ നമ്മൾ എന്താക്കി, ഫോൾസ് ആക്കി കൊടുത്തിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ആ മോഡലിനെ ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ആ മോഡലിനെ നമ്മൾ ഇവിടെ ഒരു ഫീച്ചർ എക്സ്ട്രാക്ടർ ആയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്.
ഡോഗിന്റെയും ക്യാറ്റിന്റെയും ഫീച്ചേഴ്സ് വ്യത്യസ്തമാണ്. ഡോഗിന് എന്തുണ്ട്? ഡോഗിന് സ്കിന്നിന്റെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ നോസിന് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ എന്താണ്, ഡോഗും ക്യാറ്റിന്റെയും അതിന്റെ ചെവികൾക്ക് ഡിഫറൻസ് ഉണ്ട്. ആ ഒരു സ്പൈക്ക് ഡിഫറൻസ് നമ്മുടെ മോഡലിന് മനസ്സിലാകണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ മൊബൈൽ നെറ്റ് V2 ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിന്റെ ഹെഡറിനെ നമ്മൾ ഫോൾസ് ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളൊരു അതിൽ ആ മോഡലിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഫീച്ചർ എക്സ്ട്രാക്ടർ ആയിട്ട് മാത്രമാണ്. അതായത് ഡോഗിന്റെയും ക്യാറ്റിന്റെയും ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം. എന്ന് വെച്ചാൽ അതിന്റെ ഒരു പാർഷ്യൽ വർക്കിംഗ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മുടേതായ കാര്യങ്ങൾ, അതായത് നമ്മൾ ഒരു ലെയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വരും ലൈൻ ഓഫ് കോഡുകളിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഇൻക്ലൂഡ് ടോപ്പ് ഹെഡർ ഫോൾസ് ആണ്. വെയിറ്റ്, സോ നമുക്കറിയാം എല്ലാ AI മോഡലുകളും കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്കും വർക്ക് ചെയ്യുന്നത് അതിന് കുറെ ലേയേഴ്സ് ഉണ്ട്. ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ. സോ ഈ ലേയേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? വെയിറ്റ് ബേസ് ചെയ്തിട്ടാണ്. വെയിറ്റ്, സോ കുറെ വെയിറ്റുകളുടെ കോമ്പിനേഷൻ ആണ് ഈ ഓരോ AI മോഡൽ എന്നും പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇമേജ് നെറ്റ് എന്ന് പറയുന്ന ആ ഒരു മോഡലാണ്. ഇത് ആദ്യകാലത്ത്, അതായത് നമ്മുടെ ഈ AI മോഡൽസിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് സ്റ്റേജുകളിൽ ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ് ഈ ഇമേജ് നെറ്റ് എന്ന് പറയുന്നത്. ആ ഇമേജ് നെറ്റ് തന്നെയാണ് ഭൂരിഭാഗം മോഡലുകളുടെയും ബേസ് ആയിട്ട് വരുന്നത്. ഇപ്പോഴും നമ്മൾ കാണുന്ന എല്ലാ പുതിയ മോഡലിന്റെയും ബേസിലേക്ക് പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇമേജ് നെറ്റ് എന്ന് പറയുന്ന ആ പഴയ മോഡലിന്റെ ഭാഗമോ അല്ലെങ്കിൽ അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേർഷനോ മാത്രമായിരിക്കും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇമേജ് നെറ്റ് എന്ന് പറയുന്ന ആ പ്രീ ട്രെയിൻഡ് മോഡലാണ്. പക്ഷെ അത് മൊബൈൽ നെറ്റ് എന്ന് പറയുന്ന ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂ മോഡലിൽ കൂടിയാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള ചില ലെയേഴ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. മൊബൈൽ നെറ്റിനെ പൂർണ്ണമായും ഈ പ്രോജക്റ്റിൽ യൂസ് ചെയ്യുന്നില്ല. അതിനെ ഒരു ഫീച്ചർ എക്സ്ട്രാക്ടർ ആയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള എല്ലാം വരുന്നത് ഇതിന്റെ മദർ ആയിട്ടുള്ള ഇമേജ് നെറ്റ് എന്ന് പറയുന്ന ആ പഴയ മോഡലിൽ നിന്ന് തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബേസ് മോഡൽ ഡോട്ട് ട്രെയിനബിൾ ഫോൾസ് ഫ്രീസ് ലെയർ. സോ ഈ ഇമേജ് നെറ്റിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ChatGPT-യിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇത് എന്നാണ് ഫോം ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കി വരാം. സോ ഇവിടെ മൊബൈൽ നെറ്റ് എന്ന് പറയുന്നത്, മൊബൈൽ നെറ്റ് V2 എന്ന് പറയുന്നത് ഒരു കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിന് ലൈറ്റ് വെയ്റ്റഡ് ആണ്, ഫാസ്റ്റ് ആണ്, എഫിഷ്യന്റ് ആണ്. ഇത് 2018 ഗൂഗിൾ AI റിസർച്ച് എന്ന് പറയും, ഗൂഗിളിന്റെ AI റിസർച്ച് വിങ് 2018 പുറത്തുവിട്ട ഒരു മോഡലാണ് ഈ പറയുന്ന മൊബൈൽ V2 എന്ന് പറയുന്നത്. ഇത് കൂടുതലും മൊബൈൽ ഡിവൈസസുകളിലും ലോ പവർ ഡിവൈസസിലൊക്കെ വളരെ ഇത് ലൈറ്റ് വെയ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ചീപ്പായിട്ടുള്ള ലാപ്ടോപ്പുകളിലും CPU-ന്റെ പവർ കുറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പുകളിലൊക്കെ പോലും ഇത് നല്ല റിസൾട്ട് കാഴ്ചവെക്കുക എന്നാണ് പറയുന്നത്. ഏതാണ്? ഈ മൊബൈൽ V2 എന്ന് പറയുന്ന മോഡൽ. ഓക്കെ. അതുപോലെ ഇമേജ് നെറ്റ് ഡാറ്റാസെറ്റിൽ പ്രീ ട്രെയിൻഡ് ആയിട്ട് ലഭിക്കുന്നു. അപ്പൊ ഇതിലും എന്താണ് ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്താണ്? ഇവിടെയും വർക്ക് ചെയ്യുന്നത് ഇമേജ് നെറ്റ് എന്ന് പറയുന്ന ആ മദർ മോഡൽ തന്നെയാണ്. അപ്പൊ ഈ ഇമേജ് നെറ്റിൽ എന്തുണ്ട്? ഇമേജ് നെറ്റിൽ 1.4 മില്യൺ ഇമേജസ് ഉണ്ട്, 1000 കാറ്റഗറീസ് ഉണ്ട്. അപ്പം ഇതൊരു പഴയ മോഡലാണ്. ഇമേജ് നെറ്റിൽ 1.4 മില്യൺ ഇമേജസ് വെച്ച് ട്രെയിൻ ചെയ്ത 1000 കാറ്റഗറി ക്ലാസ്സസ് ഉള്ള ഒരു പ്രീ ട്രെയിൻഡ് മോഡലാണ്. ആ 1000 കാറ്റഗറിയിൽ ഡോഗും ക്യാറ്റും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ മോഡൽ യൂസ് ചെയ്യുമ്പം ആ മോഡലിന് അതിൻ്റെ ഉള്ളിൽ ഡോഗിന്റെയും ക്യാറ്റിന്റെയും ഫീച്ചേഴ്സ് ഓൾറെഡി ഫീഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ഡോഗിന്റെയും ക്യാറ്റിന്റെയും ഇമേജും കൂടെ കൂടി ചേരുമ്പോഴത്തേക്കിനും അത് ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡലായി മാറുകയും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നൽകുകയും ചെയ്യും. ഇതാണ് ഈ പറയുന്ന എല്ലാ AI മോഡലുകളുടെയും വർക്കിംഗ് പ്രിൻസിപ്പളിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ്, നമ്മുടെ വർക്കിലേക്ക് പോകുന്നു. ഓക്കെ.
സോ നമ്മളിവിടെ മൊബൈൽ നെറ്റ് V2 യൂസ് ചെയ്തിരിക്കുന്നത്. അത് പൈത്തണിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമുക്ക് ലോഡ് ആക്കി കിട്ടും ആ മോഡല്. ജസ്റ്റ് ഈ ഒരു കോഡ് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇവിടെ കുറച്ച് ലേയേഴ്സിനെ ഫ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൊബൈൽ നെറ്റ് V2 ആദ്യത്തെ കുറെ ലെയറുകളെ നമുക്ക് ആവശ്യമില്ല. ആദ്യം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച ശേഷം ലാസ്റ്റ് ഉള്ള ഡെൻസ് ലെയർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഡെൻസ് ലെയറിലായിരിക്കും നമ്മൾ കൊടുത്ത ഈ ക്യാറ്റിന്റെയും ഡോഗിന്റെയും ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്തത് വെയിറ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് അതിനോട് അറ്റാച്ച് ചെയ്ത് ലോഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ലേയേഴ്സ് ഫ്രീസിങ് എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം. അതിനുശേഷം ബിൽഡ് മോഡൽ. അപ്പം നമ്മൾ ഫ്രീസ് ചെയ്തു, മൊബൈൽ നെറ്റ് V2 യൂസ് ചെയ്തു, അതിനെ ലോഡ് ചെയ്തു, നമ്മുടെ ഇൻപുട്ട് ഇമേജിനെ അതിനുള്ളിലേക്ക് കൊടുത്തു, അതൊരു കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്കിനുള്ളിലൂടെ പോയി അതിന്റെ ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, ഡോഗ് ക്യാറ്റ് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിന്റെ വെയിറ്റ് ക്രിയേറ്റ് ആക്കുന്നു, ഒരു ഡെൻസ് ലെയർ ഫോം ചെയ്യുന്നു, ബിൽഡ് ദ മോഡൽ. അങ്ങനെ ഒരു മോഡൽ ബിൽഡ് ആകുന്നു. എന്ത് മോഡല്? ഒരു AI മോഡൽ ബിൽഡ് ആകുന്നു. അപ്പം മോഡൽ ഈസ് ഈക്വൽ ടു സീക്വൻഷ്യൽ. നമ്മൾ ഏത് ടൈപ്പ് മോഡലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്? സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്ലോബൽ ആവറേജ് പൂളിംഗ്, സോ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെൻസ് 1, ആക്ടിവേഷൻ ഫംഗ്ഷൻ സിഗ്മോയിഡ്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സിഗ്മോയിഡ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സിഗ്മോയിഡ്, ആഡം, അങ്ങനെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഈ സിഗ്മോയിഡ്, ആഡം ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് എന്താണെന്ന് പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ സിഗ്മോയിഡ് ആണ്. അത് വളരെ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ്. അതിനുശേഷം മോഡൽ ഡോട്ട് കമ്പൈൽ ഒപ്റ്റിമൈസർ ഈസ് ഈക്വൽ ടു ആഡം. ഇവിടെ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആഡം എന്ന് പറയുന്ന ഒപ്റ്റിമൈസർ ആണ്. ആഡം, റെലു, ഇങ്ങനെ ഒത്തിരി ഒപ്റ്റിമൈസേഴ്സ് അവൈലബിൾ ആണ്. ഈ പ്രോജക്റ്റിൽ ആഡം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ലോസ് ഫംഗ്ഷൻ, ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു ലോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മെട്രിക്സിന്റെ ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു അറേ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, മെട്രിക്സ് അറേ. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് എന്താണ് പറയുന്നത്? ബിൽഡ് ദ മോഡൽ. നമ്മുടെ മോഡൽ ഇപ്പൊ ബിൽഡ് ആക്കി. ഏത് ടൈപ്പ് വെച്ചിട്ടാണ്? സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഗ്ലോബൽ ആവറേജ് പൂളിംഗ്, സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ്, ആഡം ഒപ്റ്റിമൈസർ തുടങ്ങിയവ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ഇപ്പൊ ഇവിടെ ജനറേറ്റ് ആയത്. അതിനുശേഷം നമ്മൾ ട്രെയിൻ മോഡൽ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ മോഡൽ ക്രിയേറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മോഡലിനെ ട്രെയിൻ ചെയ്ത് വെക്കണം. അപ്പൊ ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത ശേഷമായിരിക്കും അത് കുറെ ഐട്രേഷനിലൂടെ ട്രെയിൻ ആകുന്നത്. അപ്പൊ അതിനുള്ള സ്റ്റെപ്പാണ് ഹിസ്റ്ററി ഈസ് ഈക്വൽ ടു മോഡൽ ഡോട്ട് ഫിറ്റ് ട്രെയിനിങ് വാലിഡേഷൻ. ട്രെയിനിങ് സെറ്റ്, വാലിഡേഷൻ ടെസ്റ്റിങ്, അതുപോലെ തന്നെ എപ്പോക്ക്. സോ നമുക്ക് എത്ര എപ്പോക്ക് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനും ഇതുണ്ടോ, ട്രെയിനിങ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കിനും എപ്പോക്ക് ഈസ് ഈക്വൽ ടു 10. എപ്പോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്ത ആ AI മോഡലിനെ നമ്മൾ കുറെ ഐട്രേഷനിലൂടെ കടത്തിവിടും. ആ ഐട്രേഷനിലൂടെയാണ് ആ വെയിറ്റ് വെച്ചിട്ട് അത് വാലിഡേഷൻ മെച്ചമായ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് എത്ര എപ്പോക്ക്, മിനിമം 10 ഒക്കെ നമ്മൾ ഐട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അതിലുള്ള എല്ലാ നോഡുകളും ഇത്ര ഇൻപുട്ട് ഇത്ര ഔട്ട്പുട്ട് വെച്ചിട്ട് ആ നോഡുകളെ മൾട്ടിപ്പിൾ ടൈംസ് ഐട്രേറ്റ് ചെയ്ത് ഡേറ്റ പാസ് ചെയ്ത് നമ്മൾ കൂടുതൽ ട്യൂൺ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ എപ്പോക്ക് വെച്ചിട്ട് നടക്കുന്നത്. അപ്പൊ എപ്പോക്ക് 10 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നമ്മളെല്ലാം ചെയ്ത ശേഷം നമ്മുടെ മോഡലിനെ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സ്റ്റെപ്പ് മോഡൽ ഡോട്ട് സേവ്. നമ്മൾ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ജനറേറ്റ് ചെയ്ത ഈ AI മോഡല് നമ്മൾ പിന്നീട് യൂസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കിന് ചിലപ്പോൾ അത് വീണ്ടും റൺ ചെയ്യേണ്ടതായിട്ട് വരും.
ഈ ഒരു മോഡൽ ചിലപ്പോൾ റൺ ചെയ്യാനായിട്ട് ചിലപ്പം 15 മിനിറ്റ്സ് ഒക്കെ എടുത്തെന്ന് വരാം. ഇതൊരു ചെറിയ പ്രോജക്റ്റ് ആണ്. ഒരു ഹ്യൂജ് പ്രോജക്റ്റ് ഒക്കെ ചിലപ്പോൾ 1 അവർ അല്ലെങ്കിൽ 1 to 3 അവർ ഒക്കെ നമുക്ക് ട്രെയിനിങ്ങിനായിട്ട് വേണ്ടി വരും. അപ്പൊ അത്രയും ചെയ്ത ശേഷം അത് നമ്മൾ സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ നമ്മൾ വീണ്ടും എടുക്കുമ്പം വീണ്ടും 3 hours റൺ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാനായിട്ടാണ് ഏത് മോഡലും നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ അതിനെ സേവ് ചെയ്യണം. അപ്പൊ അതിനുള്ള സ്റ്റെപ്പ് മോഡൽ ഡോട്ട് സേവ്, അതിന്റെ പാത്ത് കൊടുക്കുന്നു, എവിടെ സേവ് ചെയ്യണം, അതിന്റെ പേരും കൊടുക്കുന്നു. ക്യാറ്റ് ഡോഗ് മോഡൽ 16.keras. അപ്പൊ നമ്മളിവിടെ ടെൻസർഫ്ലോ കേരാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെൻസർഫ്ലോ കേരാസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിന്റെ പേരിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡോട്ട് കേരാസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ക്യാറ്റ് ഡോഗ് മോഡൽ 16 എന്നാണ് ഈ മോഡലിനെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഡ്രൈവിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നീട് നമ്മൾ റൺ ചെയ്യേണ്ടി വരുമ്പം വീണ്ടും ഈ പ്രോജക്റ്റ് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു മോഡലിനെ ലോഡ് ചെയ്യുന്നു, എന്നിട്ട് ഒരു ഇമേജ് കൊടുത്തിട്ട് ചോദിക്കുന്നു ഇത് ക്യാറ്റ് ആണോ ഡോഗ് ആണോ. കറക്റ്റ് ആയിട്ട് ആൻസർ പറയും. അപ്പൊ അങ്ങനെയാണ് ഇത് വർക്ക് ആകുന്നത്. അപ്പൊ മോഡലിനെ സേവ് ചെയ്യുന്നു, അതിനുശേഷം പ്രെഡിക്റ്റ് എ സിംഗിൾ ഇമേജ്. എന്താണ്, നമ്മൾ ഒരു ഇമേജ് പാത്ത് കൊടുക്കുന്നു. ഇവിടെ ഒരു ടെസ്റ്റിംഗ്, നമ്മൾ അതിനുശേഷം ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ മോഡൽ വർക്കിംഗ് ആണോ അല്ലയോ. അപ്പൊ ടെസ്റ്റിംഗ് ഡോഗ് ഒരു ഇമേജ് എടുത്തു കൊടുത്തു. ആ ഇമേജിനെ ഇതേ പ്രോസസ്സിലൂടെ കടത്തി വിടേണ്ടതായിട്ടുണ്ട്. അതിന്റെ സൈസ് 224x224 ആണോ നോക്കുന്നു. അതിനെ ഒരു എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ഒരു അറേ ആക്കി ചെക്ക് ചെയ്യുന്നു. ആ സെയിം പ്രോസസ്സ് നേരത്തെ നമ്മൾ ഈ ഒരു ഇമേജുകളെ ലോഡ് ചെയ്യുന്ന ആ സെയിം പ്രോസസ്സുകൾ ഈ ഒരു ഇമേജിനെ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി ചെക്ക് ചെയ്യുമ്പോഴും നടത്തേണ്ടതായിട്ടുണ്ട്. 255 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ദെൻ മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്, ആ മോഡലിനോട് ചോദിക്കുകയാണ് ഈ കൊടുത്ത ഇമേജ് പ്രെഡിക്റ്റ് ചെയ്ത് തരാൻ അത് ഡോഗ് ആണോ ക്യാറ്റ് ആണോ. അപ്പൊ അവിടെ ഒരു പ്രഡിക്ഷന് വേണ്ടിയിട്ട് ഒരു അറേയിൽ ഗ്രേറ്റർ ദാൻ 0.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ആ വാല്യൂ പ്രഡിക്ഷൻ വെയിറ്റ് വെച്ച് ചെയ്തെടുത്ത ആ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 0.5ന് 0.5ന് താഴെയാണെങ്കിൽ എന്താണ്, അത് ഡോഗ് ആണ്. 0.5ന് മുകളിലാണെങ്കിൽ അത് ക്യാറ്റ് ആണ്. അങ്ങനെയാണ് ഈ ഒരു മോഡൽ വർക്ക് ആകുന്നത്. അപ്പം ഇത് കറക്റ്റ് റേഞ്ചിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചില ഇമേജുകൾ ഡോഗും ക്യാറ്റുമായി മാറാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ കറക്റ്റായി ട്യൂൺ ചെയ്ത മോഡൽ ആണെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഹൈ ആയിരിക്കും. എന്ന് വെച്ചാൽ ഡോഗുകളുടെ ഇമേജുകളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എവിടെ നിൽക്കും, ഈ പറയുന്ന 0.10-20 റേഞ്ച് നിൽക്കും. മനസ്സിലായോ. അതുപോലെ ക്യാറ്റിൻ്റെത് 90-80 റേഞ്ച് നിൽക്കും. അപ്പൊ ആ ഡിഫറൻസ് ഹൈ ആണെങ്കിൽ, അതായത് ക്യാറ്റും ഡോഗും തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ ഡിഫറൻസ് ഹൈ ആണെങ്കിൽ പ്രഡിക്ഷനും ഹൈ ആയിരിക്കും. പക്ഷെ അത് രണ്ടും ഈ 50-40 നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഡോഗ് ക്യാറ്റ് ആവും, ക്യാറ്റ് ഡോഗ് ആവും. അങ്ങനെയൊക്കെ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ നമുക്കത് കൂടുതൽ ട്യൂൺ ചെയ്തെടുക്കാനായിട്ടുള്ള പല മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കൂടുതൽ ട്യൂൺ ചെയ്തെടുക്കുമ്പം ഈ ഡിഫറൻസ് ഹൈ ആവുകയും ഡോഗ് ഡോഗായിട്ട് തന്നെ പറയുകയും ക്യാറ്റ് ക്യാറ്റായിട്ട് തന്നെ പറയുകയും ചെയ്യും. അതാണ് ഈ ട്യൂണിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ നമുക്കിത് റൺ ചെയ്യാം. സോ നമ്മുടെ മോഡൽ ഇപ്പം റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിവിടെ കാണുവാൻ സാധിക്കും, നമ്മൾ മൗണ്ട് ചെയ്ത ഡ്രൈവിന്റെ കാര്യം പറയുന്നുണ്ട്. ട്രെയിനിങ് 124, ടെസ്റ്റിംഗ് 147 ഇമേജസ്, 2 ക്ലാസ്സുകളുണ്ട്. ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്? ടെൻസർഫ്ലോ കേരാസ് ആപ്ലിക്കേഷൻ മൊബൈൽ നെറ്റ് V2നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മോഡലിനെ ഇവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ്, ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഡൗൺലോഡ് ചെയ്തെടുത്ത ആ മൊബൈൽ V2 മോഡലിനെയാണ് നമ്മൾ ഇവിടെ പ്രീ ട്രെയിൻഡ് ആയിട്ട് ഇൻപുട്ട് കയറ്റി വിടുന്നത്. അപ്പൊ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. അതിനുശേഷം ഡൗൺലോഡ് ആയ ശേഷം നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ആവും. ഏത് ട്രെയിനിങ്? ഇവിടെ ഈ സ്റ്റെപ്പിൽ
ഡാറ്റ ജനറേറ്റർ വെച്ചിട്ട് നമ്മൾ കൊടുത്ത ഇമേജുകളെ ഈ ഒരു ഓഗ്മെന്റേഷൻ ചെയ്ത് ബൈനറി ക്ലാസിഫിക്കേഷൻ ആക്കി പ്രീ ട്രെയിൻഡ് മൊബൈൽ നെറ്റ് V2 ലോഡ് ആക്കിക്കൊണ്ട് വെയിറ്റ് ജനറേറ്റ് ചെയ്ത് ഇമേജ് നെറ്റിന്റെ സഹായത്തോടു കൂടി ആ അതിനകത്ത് ഓൾറെഡി പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗും ക്യാറ്റും ലെയർ ഉണ്ട്. അതുകൂടാതെ അതിന്റെ ആദ്യ ലെയറുകളെ ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ കയറ്റിവിട്ട ഇമേജിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് ഫീച്ചർ എക്സ്ട്രാക്ടർ ഒരു ഡെൻസ് ലെയർ ഫോം ചെയ്യുന്നു. അതിനെ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ലെയർ ആയിട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ടൊരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു മോഡൽ ജനറേറ്റ് ചെയ്യുന്നു. അവിടെ ഗ്ലോബൽ ആവറേജ് പൂളിങ്, ആക്ടിവേഷൻ ഫംഗ്ഷൻ സിഗ്മോയിഡ് യൂസ് ചെയ്യുന്നു. ഒപ്റ്റിമൈസർ ആയിട്ട് ആഡം വർക്ക് ആവുന്നു. എന്നിട്ട് ഒരു ആക്യുറസി ക്രിയേറ്റ് ചെയ്യും. ആ ആക്യുറസി ആണ് 0.5ന് മുകളിലാണോ താഴെയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഡോഗ് ആണോ ക്യാറ്റ് ആണോ എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് നടക്കുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് മോഡലിനെ സേവ് ആക്കുന്നു. സേവ് ആക്കിയ ശേഷം ഒരു പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഒരു സിംഗിൾ ഇമേജിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുന്നു. അത് 0.5ന് ബിലോ ആണോ എബോവ് ആണോ നോക്കുന്നു. അപ്പൊ ഇവിടെ എപ്പോക്ക് കണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ കൊടുത്തത് എപ്പോക്ക് 10 ആയിരുന്നു. അപ്പം 1/1 1 2 3 4 5 ഇത് നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഇത് പോകുന്നത്. അപ്പൊ നല്ല സ്പീഡുള്ള കണക്ഷൻ ആണെങ്കിൽ വളരെ വേഗത്തിൽ നടക്കും. ഇത് നമ്മുടെ CPU അല്ലെങ്കിൽ GPU, ഇപ്പൊ ഇവിടെ ഇത് വർക്ക് ചെയ്യുന്നത് CPU-ലാണ്. നമുക്ക് ഗൂഗിൾ കൊളാബിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് ഇൻബിൽട്ട് ആയിട്ട് GPU സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ GPU കൊടുക്കുകയാണെങ്കിൽ ആ ഓപ്ഷൻ കൊടുത്താൽ ഇത് വളരെ സ്പീഡി വർക്ക് ആവുകയും നമുക്ക് GPUവിന്റെ പവറിലൂടെ പെട്ടെന്ന് തന്നെ ഈ AI പ്രോജക്റ്റ് എക്സിക്യൂട്ട് ആയി റൺ ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഓപ്ഷൻ ഇവിടെ സെറ്റിംഗ്സിലുണ്ട്. അത് മാറ്റി കൊടുത്താൽ ഗൂഗിളിന്റെ സെർവറിന്റെ GPU പവറിൽ നമുക്ക് ഹൈ ആയിട്ട് സ്പീഡിൽ ഇത് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഇപ്പൊ എപ്പോക്ക് ഓൾറെഡി ഓവർ ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഇമേജ് ഡോഗ് ആണെന്ന് അത് ഇത്രയും എപ്പോക്ക് റണ്ണായി, മോഡൽ ട്രെയിൻഡ് ആയി, മോഡൽ സേവ് ആയ ശേഷം ഒരു ഇമേജ് നമ്മൾ ഓൾറെഡി ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം ആ പാത്തിൽ അതൊരു ഡോഗ് ഇമേജ് ആയിരുന്നെന്ന്. അപ്പൊ ആ ഡോഗ് ഇമേജ് കറക്റ്റ് ആയിട്ട് ദ ഇമേജ് ഈസ് ഡോഗ് എന്ന് പറഞ്ഞ് ഇവിടെ ഔട്ട്പുട്ട് കിട്ടി. കണ്ടോ? അപ്പൊ ആ മോഡൽ ട്രെയിൻഡ് ആയി കറക്റ്റ് ആയിട്ട് ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്തു. നമ്മൾ കൊടുത്ത ഇമേജ് ഡോഗ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു, പ്രെഡിക്റ്റ് ചെയ്തു. സോ നമുക്ക് ഈ ഇമേജിനെ ഒന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇത് വീണ്ടും ലോഡ് ചെയ്യേണ്ട ഈ ഒരു പ്രോസസ്സ് ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഇനി ഇതിനെ ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. അതായത് ഇനി ഇമേജിനെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കോഡിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ ആ മോഡൽ ഓൾറെഡി സേവ് ആയ ആ മോഡലിനെ ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇമേജിനെ നമ്മൾ കൊടുത്ത ആ സിംഗിൾ ഇമേജിനെ പ്രിന്റ് ചെയ്യാൻ പറയുന്നു. പ്ലോട്ട് ഡോട്ട് ഷോ കൊടുത്തിട്ട് ആ ക്യാറ്റിന്റെ ആണോ ഡോഗ് ആണോ ആ ഇമേജിനെ കാണിക്കാൻ പറയുന്നു. എന്നിട്ട് ആ ഇമേജ് ഡോഗ് ആണോ ക്യാറ്റ് ആണോ എന്ന് 0.5 ഗ്രേറ്റർ ഓർ ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് ഒരു ഇമേജ് എടുത്തു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാനിപ്പോ ഒരു ഫയൽ ലോഡർ കൊടുത്തു. ഇതുണ്ട് ഇമേജ് ലോഡ്. സോ ലോഡ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഡ്രൈവിലുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ മൊബൈലിൽ എടുത്ത ഒരു ക്യാറ്റിന്റെ ഇമേജ് നമ്മൾ ഇവിടെ കൊടുത്തു നോക്കുക ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഒരു ഡോഗിന്റെ ഇമേജ് കൊടുത്തു. ആ ഡോഗിന്റെ ഇമേജ് ഇവിടെ വന്നു. ദ ഇമേജ് ഈസ് എ ഡോഗ്. കണ്ടോ? അത് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. അപ്പം ഇതേ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ഈ പ്രോജക്റ്റ് റൺ ആവുന്നത്. നമുക്കിവിടെ ഡോഗോ ക്യാറ്റോ എടുത്തു കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ക്യാറ്റ് ആണെങ്കിൽ ക്യാറ്റ് ആയിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യും. ഇത് മെമ്മറിയുടെ ഒരു ലോസ് വരുന്നുണ്ട് ഇവിടെ.